നമ്മളെ ഈ ബൈപ്പാസാണ്. ബൈപ്പാസ് ഒരു സംശയമില്ല, ഞങ്ങൾ വന്നാൽ ആദ്യമായിട്ട് ആരംഭിക്കുന്ന പ്രവൃത്തി അതായിരിക്കും. മങ്കടയിലെ കളം നിറഞ്ഞ് പോരാടി ഒരിക്കൽ വിജയിച്ചു, പലവട്ടം വിജയിച്ചു, ഇത്തവണയും വിജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ മഞ്ഞളാംകുഴിയിലെ എതിരാളികൾ പോലും ചിലപ്പോൾ ഇപ്പോഴേ തോൽവി അംഗീകരിച്ചു എന്നാണ് UDF പ്രവർത്തകർ പറയുന്നത്. മഞ്ഞളാംകുഴിയിലെ വീണ്ടും വിജയിക്കാനുള്ള പോരാട്ടത്തിന് ഒരുമിച്ച് കളത്തിലേക്ക് ഇറങ്ങുമല്ലേ? ഇല്ല, ഒരു സംശയമില്ല. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളിലൊക്കെ കൂടുതൽ ഈസി ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വളരെ അഭൂതപൂർവമായിട്ടുള്ള ഒരു വലിയ ഉയർച്ചയാണ്, ഭൂരിപക്ഷമാണ് ഞങ്ങൾ പഞ്ചായത്തുകളിലൊക്കെ UDFന് ലഭിച്ചിട്ടുള്ളത്. മാത്രമല്ല, കേരള ഭരണം ഇത്രയും മോശമായ ഒരു അവസ്ഥയിൽ മുൻകാലങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പല LDF ഗവൺമെൻറ്റുകളോട് ഭരിച്ചിട്ടുണ്ട്, പക്ഷേ അതിനൊക്കെ വ്യത്യസ്തമായി ഇപ്രാവശ്യം ഏറ്റവും മോശമായിട്ടുള്ളൊരു ഭരണം. എന്തെങ്കിലും ഒരു നല്ല കാര്യം ഇവിടെ നടക്കുന്നുണ്ടോ? ഇല്ല. എല്ലാത്തിലും പ്രശ്നമാണ്, എല്ലാത്തിലും പ്രോബ്ലമാണ്. അവർ തൊട്ടത് മുഴുവനും നശിച്ചു പോകുന്ന രീതിയിലേക്കാണ് ഇന്ന് കേരള ഭരണം എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ വലിയ വിശ്വാസമുണ്ട് ഈ പ്രാവശ്യം UDF അധികാരത്തിൽ വരും. മങ്കടയിലും അതുപോലെ തന്നെ കുറേയധികം ഞങ്ങളെ മണ്ഡലങ്ങൾ 100 ചില്ലാനം മണ്ഡലങ്ങളിൽ ഞങ്ങൾ വിജയിക്കുന്നതാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷ. ഈ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഒരുപക്ഷെ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ആ ദീർഘവീക്ഷണം, അദ്ദേഹത്തിന്റെ ആ സ്ഥാനാർത്ഥി പട്ടിക കണ്ട് പക്ഷേ കേരളം മൊത്തം, അതായത് ഒരു എന്താ പറയാ, അത്ഭുതത്തോടു കൂടി പുള്ളി അദ്ദേഹം നോക്കുകയാണ്. ഇപ്പൊ നേരത്തേക്കെന്ന് വെച്ചാൽ ഇങ്ങനെയല്ലായിരുന്നു. അപ്പൊ ചെറുപ്പക്കാർക്ക് ഒക്കെ അതുപോലെ പരിചയസമ്പന്നര് താങ്കളെ പോലുള്ള എല്ലാവരെയും പരിഗണിച്ചിട്ടുണ്ട്. താങ്കൾക്കെതിരെ ഒരുപാട് എന്താ പറയാ, എങ്ങനെയെങ്കിലും തോൽപ്പിച്ചേ അടങ്ങൂ എന്ന രീതിയിൽ എതിരാളികളുടെ ഭാഗത്തു നിന്നുള്ള പ്രചരണങ്ങൾ നടക്കുന്നുവെന്ന് UDF നേതാക്കളും പ്രവർത്തകരും പറയുന്നുണ്ട്. ആ പ്രചരണങ്ങളൊക്കെ ബലിക്കും തോന്നിട്ടോ? ഞങ്ങളൊരു കാൻഡിഡേറ്റ് ലിസ്റ്റ് ഉണ്ടല്ലോ, മുൻകാലങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാ ആൾക്കാർക്കും ഒരേ രീതിയിൽ ഇത് കൊടുത്തിട്ടാണ് കാണിച്ചത്. പിന്നെ പാലക്കാട് നിന്ന് തന്നെ ഒരാളെ വിളിച്ചിട്ട്, അദ്ദേഹം ഒരു LDF അനുഭാവിയാണ്, അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞത് ഇത്രയും മനോഹരമായ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ നിങ്ങളെ പ്രസിഡന്റിന് എങ്ങനെ കഴിഞ്ഞതെന്ന്. അതിൽ ചെറുപ്പക്കാരുണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരുണ്ട്, പിന്നെ വനിതകളുണ്ട്. അതൊക്കെ വളരെ ഗംഭീരമായിട്ട് ഇതൊക്കെ നല്ലപോലെ പഠനം നടത്തി ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളുമായിട്ടുള്ള അന്വേഷിച്ച് അവരുടെയൊക്കെ എന്തൊക്കെയാണ് അവരുടെ ഉദ്ദേശ കാര്യങ്ങളെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടത്. ഇത് അത്ഭുതകരമായിട്ടൊരു ലിസ്റ്റാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മുൻകാലങ്ങളിലൊക്കെ വിഭിന്നമായി ഈ പ്രാവശ്യം ഗംഭീരമായിട്ടൊരു വിജയം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാവുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷ. അതുപോലെ തന്നെ UDFന്റെ സ്ഥാനാർത്ഥികൾ ഇപ്പൊ UDFന്റെ എല്ലാം പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ ആദ്യഘട്ടത്തിൽ UDFന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ലിസ്റ്റ് വരാത്തതിന്റെ പേരിൽ എതിർപക്ഷത്തിന്റെ വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും സൂക്ഷിച്ച് ഇത്തവണ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി അവരെ പ്രഖ്യാപിക്കുന്നതിലേക്ക് UDF കടക്കുക എന്ന് പറയുന്നത് 100% അധികാരത്തിലേറാനുള്ള ഒരു കൃത്യമായ പ്ലാനിങ് ആയിരിക്കണം. ഞങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ടീം UDF, വി ഷുഡ് നോട്ട് മേക്ക് എനി മിസ്റ്റേക്സ് അറ്റ് ഓൾ. 100% വളരെ കറക്റ്റായിട്ട് കാര്യങ്ങൾ കൂടി തന്നെ പോയിട്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ 100 ചില്ലാനം മെമ്പർമാരെ ഞങ്ങൾക്ക് അസംബ്ലിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സമയമെടുക്കും. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് നടത്തും, ഒരു സംശയമില്ല. അവസാനം എല്ലാവരും കൃത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ സോൾവ് ആവുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഇനി പ്രചാരണം തുടങ്ങിയല്ലേ, എങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ പ്രചാരണം? ഇന്നലെ തന്നെ പല സ്ഥാനാർത്ഥികളും തുടങ്ങി വെച്ചിട്ടുണ്ട്. താങ്കളും ഇന്നലെ ഒന്ന് ചെറുതായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി ജനങ്ങളുമായിട്ട് കണ്ട് ഞാൻ തന്നെയാണെന്നൊക്കെ അറിയിച്ചു കഴിഞ്ഞില്ലേ? അല്ല, ഞാൻ സ്വാഭാവികമായിട്ടും മങ്കട മണ്ഡലത്തിലെ എല്ലാവർക്കും എന്നെ അറിയാം. കൃത്യമായിട്ട് എല്ലാവരോടും നല്ല ബന്ധമുള്ളതാണ്. ചെറിയ കുട്ടി മുതൽ വലിയ പ്രായമായ ആൾക്കാരൊക്കെ കൃത്യമായിട്ട് എന്നെ അറിയുന്ന ആൾക്കാർ. അപ്പോൾ ഇന്നലെ വൈകിട്ട് 4:30 മണിക്കാണ് ഇത് വന്നത്. അതിനുശേഷം പാണക്കാട് പോയി അവിടെയുള്ള നമ്മളെ തങ്ങന്മാരെ കണ്ടു, അവരോട് കാര്യങ്ങൾ വിശദീകരിച്ചു, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. മടങ്ങി വന്ന് ഇന്ന് രാവിലെ ഈ മണ്ഡലത്തിലുള്ള ഏറ്റവും പ്രിയങ്കരനായ ഒരു നേതാവാണ് ആലിക്കുട്ടി മുസ്ലിയാർ. ആലിക്കുട്ടി മുസ്ലിയാരെ പോയി കണ്ടു. പിന്നെ കുറച്ച് ഫ്രണ്ട്സിനോടൊക്കെ ഫോൺ ചെയ്തു, കുറച്ച് ആൾക്കാരൊക്കെ പോയി കണ്ടു. കുറേ ആൾക്കാർ ഇവിടെ വന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ വൈകുന്നേരം റോഡ് ഷോ ഉണ്ട്, അതിലാണ് തുടങ്ങും. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോരോന്ന് ആൾക്കാരെ പോയി കാണും. മറ്റുള്ളതൊക്കെ നാളെ മുതൽ ആരംഭിക്കും. ഈ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾക്കൊരു വളരെ വലിയ രീതിയിൽ ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള പ്രചരണത്തിനുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പിന്നെ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ അധികം ദിവസം ഇല്ലല്ലോ, അപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രവർത്തനം ഈ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ആരംഭിക്കും. ഇപ്പോ എതിർപക്ഷം ശരിക്കും ശക്തമായ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചാരണങ്ങൾ, ആരോപണങ്ങൾ, അതൊക്കെ അതിരുവിടുന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പോകുന്നുണ്ട്. എങ്കിൽ പോലും മങ്കടയുടെ മനസ്സിൽ
മങ്കടക്കാരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു വലിയ സ്ഥാനമുണ്ട്. ആ സ്ഥാനം വോട്ടായി മാറും. ഒരുപക്ഷെ എന്തൊക്കെ പ്രചാരണം ഉണ്ടായാലും ഇവിടെയും താങ്കൾ ജയിക്കും, UDF അധികാരത്തിലെത്താനും കഴിയും എന്നൊരു വലിയ പ്രതീക്ഷ ഉണ്ടാവും. ഒരു സംശയമില്ല. മങ്കട മണ്ഡലത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ട് എനിക്ക് കൃത്യമായിട്ടൊരു നല്ല ബന്ധമുണ്ട്. ഇപ്പം എല്ലാവരും ഇവിടെ വരും, ഞാൻ ഇടയ്ക്ക് അവരെ പോയി കാണും, അവിടെ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഈ കഴിഞ്ഞ മണ്ഡലത്തിൽ നമ്മൾ 528 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഇത്രയും വലിയ സംഗതികൾ. ഇത് ഒരു വലിയ ടൗണൊന്നും അല്ല, ഇവിടെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ നമ്മൾ NHന്റെ പിന്നെ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടിട്ട് ഇതിൽ കൂട്ടിയിട്ടില്ല. ഇത് കേരള സംസ്ഥാനം മാത്രം പിന്നെ അവർ വഴി ചെലവഴിക്കുന്ന, പിന്നെ കേന്ദ്ര സഹായങ്ങളോടുകൂടി ചെലവഴിക്കുന്ന ഫണ്ടുകളൊക്കെയാണ് ഈ 528 കോടി രൂപയുടെ. അത് കൊണ്ടുവരാൻ തന്നെ വലിയ പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ്. പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ കഴിയുമോ? ഞാൻ സക്സസ്ഫുൾ ആവാത്തത് നമ്മളെ ഈ ബൈപ്പാസ് ആണ്. ബൈപ്പാസ് ഒരു സംശയമില്ല, ഞങ്ങൾ വന്നാൽ ആദ്യമായിട്ട് ആരംഭിക്കുന്ന പ്രവൃത്തി അതായിരിക്കും. ഓരോടംപാലം മാനത്തുമംഗലം, ഓരോടംപാലം വൈലോങ്ങര ബൈപ്പാസ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു, അതിപ്പോൾ തുടങ്ങുന്നുണ്ട്. അപ്പൊ അത് പിന്നെ ഒരു സംശയമില്ല, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മറ്റത് ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഉടൻ തന്നെ തുടങ്ങും. അതൊരു വലിയ പ്രതീക്ഷയാണ്. ഏതായാലും മങ്കടക്കാരുടെ മനസ്സിൽ നേരത്തെ തന്നെ ഇരിപ്പുറപ്പിച്ച മഞ്ഞളാംകുഴി അലി തന്റെ മത്സര രംഗത്തുണ്ടാകണമെന്ന് UDF പ്രവർത്തകര് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. അതുപോലെ സാദിഖ് അലി തങ്ങളുടെ പ്രഖ്യാപനം വന്നപ്പോൾ എല്ലാവരും വലിയ ആഘോഷത്തിലാണ്. ഇപ്പോഴേ യഥാർത്ഥത്തിൽ UDF പ്രവർത്തകർ ഇപ്പോഴേ ആഘോഷം തുടങ്ങിയെന്ന് വേണം കരുതാൻ. കാരണം വിജയത്തിനപ്പുറം അവരൊന്നും പ്രതീക്ഷിക്കുന്നില്ല, വിജയം തന്നെയാണ് അവരുടെ മനസ്സിലുള്ളത്. ശരിയാണ്. കാരണം അവരൊക്കെ ഹാർഡ് വർക്കിംഗ് നടത്തി. കഴിഞ്ഞ ഈ 5 കൊല്ലക്കാലം ഉണ്ടല്ലോ, ഇത്രയും അധികം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞത് അവരുടെയൊക്കെ സഹായം കൊണ്ട് മാത്രമാണ്. എല്ലാ പഞ്ചായത്തിലുള്ള നമ്മുടെ ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ UDFന്റെ പ്രവർത്തകർ, ഇവരെല്ലാവരോടും സഹായിച്ചത് കൊണ്ടാണ് ഒരു കംപ്ലൈന്റിനും ഇതില്ലാത്ത രീതിയിൽ 528 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞത്. അവരൊക്കെ തന്നെയാണ് ഇതിന്റെ പ്രധാന പിന്നെ ആൾക്കാർ. അവരുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവർക്കറിയാം അവരെന്തൊക്കെ ചെയ്തു എന്ന് അവർക്കറിയാം. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ വിജയിക്കും, നല്ല വോട്ടിന് വിജയിക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഏതായാലും കളത്തിലേക്ക് ഇറങ്ങുകയാണ്, കളം നിറയുകയാണ്. ഇനി പോരാട്ട ഭൂമിയിലേക്ക് ഗോദയിലേക്ക് ഇറങ്ങുകയാണ്. ഈ കളത്തിൽ ജയിക്കാൻ മഞ്ഞളാംകുഴി അലി തീരുമാനിച്ചു കഴിഞ്ഞു. എതിരാളികൾ എന്തെല്ലാം പ്രചരിപ്പിച്ചിട്ടും കാര്യമില്ല എന്ന് UDF നേതാക്കളും പ്രവർത്തകരും തന്നെ പറയുന്നുണ്ട്. ഏതായാലും ഇനി കളം നിറഞ്ഞുള്ള മത്സരമാണ്, വിജയിച്ചു കയറാനാണല്ലോ. ജയിച്ചു കയറട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10 പെരിന്തൽമണ്ണ. It's diamond time now. സഫ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു മിൻസ് ഡയമണ്ട് എക്സിബിഷൻ ആൻഡ് സെയിൽ. സഫയുടെ സ്വന്തം മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിർമ്മിക്കുന്ന ബഡ്ജറ്റിലൊതുങ്ങിയ ഡിഫറന്റ് ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻ. ഡയമണ്ട് കാരറ്റ് വാല്യൂവിലും നേടൂ 10,000 രൂപയുടെ ഡിസ്കൗണ്ട്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റുമ്പോൾ ഗ്രാമിന് 200 രൂപ അധികം നൽകുന്നു. ഓരോ ഡയമണ്ട് ക്യാഷ് പർച്ചേസിനും ലഭിക്കുന്നു സൗജന്യ സ്വർണ്ണ നാണയം. നിങ്ങളുടെ അടുത്തുള്ള സഫ ഷോറൂമുകളിൽ ഈ ഓഫറുകൾ ലഭ്യമാണ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറന്റ് ബൈ ഡിസൈൻസ്.